സ്വാഗതം ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകരെ എറണാകുളത്തെ മഹാരാജാസ് കോളേജ് സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സൂപ്പർ ലീഗ് കേരള സീസൺ 2 മാച്ച് നമ്പർ 14 റൗണ്ട് 5-ലെ മാച്ച് നമ്പർ 14 ആരംഭിക്കുന്നു. ഫോർസ കൊച്ചി FC നേരിടുന്നു മലപ്പുറം FCയെ. അവിടെ എനിക്ക് തോന്നുന്നു ഓഫ്സൈഡ് ആണ്. മലപ്പുറത്തിന് അനുകൂലമായ മത്സരത്തിലെ ആദ്യ കോർണർ, ഗംഭീര കോർണറാണ്. മലപ്പുറത്തിന് വേണ്ടി ഇന്ന് സ്റ്റാർട്ടിംഗ് 11-ൽ കളിക്കുന്ന ഡിഫൻഡർ ടോണി എടുത്ത ആദ്യ കോർണർ. പോസ്റ്റിലേക്ക് അടിച്ചാൽ ടേൺ ആൻഡ് ഷോട്ട്. സ്റ്റിൽ ഡഗ്ലസ് കാർഡ് ഉറപ്പല്ലേ, കാരണം അത് വളരെ ഡേഞ്ചറസ് ആയ ടാക്കിളാണ് അവിടെ ഇർഷാദ് നടത്തുന്നത്. ഇർഷാദ് ISL-ലൊക്കെ കളിക്കുന്ന സമയത്ത് ഇതേ സെയിം കൈൻഡ് ഓഫ് ടാക്കിളിൻ്റെ പേരിൽ യെല്ലോ കാർഡ് വാങ്ങുന്ന കാഴ്ച ഇതിനു മുമ്പും നമ്മൾ കണ്ടിട്ടുണ്ട്. സെയിം കൈൻഡ് ഓഫ് ഡേഞ്ചറസ് ടാക്കിൾ ഫ്രം ദ ജേഴ്സി നമ്പർ 16 ഓഫ് മലപ്പുറം. അലൻ ലെഫ്റ്റിൽ ആളെ നോക്കിയാണ്, ടോണിയെ നോക്കിയാണ് അലൻ. അതുകൊണ്ടാണ് അലൻ അവിടെ ഒന്ന് ഹോൾഡ് ചെയ്യേണ്ടി വന്നത്. ഇവിടെ ഒരു ടാക്കിൾ, ഒരു ഫൗൾ കൺസീഡ് ചെയ്യുന്നു, ഫ്രീ കിക്ക് കൺസീഡ് ചെയ്യുന്നു. ഫോർസയുടെ ജേഴ്സി നമ്പർ 11 റൊമാരിയോ ജസുരാജിന്റെ ടാക്കിലാണ്. ഫ്രീ കിക്ക് ഫോർ മലപ്പുറം. ബദറിന്റെ ഫ്രീ കിക്ക്. ഗോൾ കീപ്പറെ വീണ്ടും അതൊരു വലിയ നേരത്തെ എങ്ങനെയാണോ ഇർഷാദ് വന്നതുപോലെ അതിലും ഡേഞ്ചർ ആയിട്ട് കെന്നഡിയാണെന്ന് തോന്നുന്നു. ഗോൾ കീപ്പറുടെ നേരെ ആ ഒരു ഹെവി ചാലഞ്ച് ഫ്രം കെന്നഡി ആൻഡ് ഗോൾ കീപ്പർ റഫീഖ്. ഫോർസ കൊച്ചിയുടെ ഗോൾ കീപ്പർ റഫീഖ് അവിടെ പരിക്കേറ്റ് നിലത്ത് വീണ് കിടക്കുന്നതാണ്. ഒരു ഡേഞ്ചറസ് ചാലഞ്ച്. സമ്മാനം വരുന്നുണ്ട് അതിന്. റഫറിയുടെ കയ്യിൽ ഓൾറെഡി ആ സമ്മാനം റെഡിയായി നിൽക്കുകയാണ്. കെന്നഡി ലെഫ്റ്റിൽ നിന്നൊരു പന്തെടുത്ത് സെന്ററിലേക്ക് പോകുന്നു. കെന്നഡി ഗുഡ് ടാക്കിൾ, നല്ലൊരു ടാക്കിൾ. പക്ഷെ അതിനുശേഷം ആ പന്ത് നഷ്ടപ്പെടുത്തി കളയുന്നു. ഇൻസൈഡ് റോയ് കൃഷ്ണ പെനാൽറ്റി ഫോർ മലപ്പുറം ആൻഡ് യെല്ലോ കാർഡ് ഫോർ ദ ഗോൾ കീപ്പർ റഫീഖിന് യെല്ലോ കാർഡ് കാണേണ്ടി വരികയാണ്. ഇത് വരാനിരുന്ന ഒരു മൊമെന്റ് തന്നെയാണ്. ഈ മൊമെന്റ് ഏതെങ്കിലും ഒരു സമയത്ത് ഫോർസ കൊച്ചിയെ തേടി വരേണ്ട മൊമെന്റ് തന്നെയാണ്. ഒടുവിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, കെന്നഡി നടത്തിയൊരു മുന്നേറ്റം, അവിടെ നല്ലൊരു ഇന്റർസെപ്ഷൻ. പക്ഷേ ആ ഇന്റർസെപ്ഷൻ ഒരു മിസ് പാസിലൂടെ കളഞ്ഞു കുളിക്കുന്നു റോയ് കൃഷ്ണ ഫോർ മലപ്പുറം. റോയ് കൃഷ്ണ, look at this roar, here to this roar. മലപ്പുറം ഈ മത്സരത്തിന്റെ 39-ാം മിനിറ്റിൽ മുൻ ഫിജിയൻ ഇന്റർനാഷണൽ റോയ് കൃഷ്ണയുടെ പെനാൽറ്റി ഗോളിലൂടെ എവേ മാച്ചിൽ മലപ്പുറം ലീഡ് ചെയ്യുന്നു. 39th മിനിറ്റ് റോയ് കൃഷ്ണ ബോക്സിന്റെ ഉള്ളിലേക്ക്. നിജോ ഗിൽബർട്ട്, നിജോ നല്ലൊരടി. അവിടെ പോസ്റ്റിലേക്ക് തന്നെയാണ് അടിക്കേണ്ടത്, പോസ്റ്റിലേക്ക് തന്നെയാണ് അടിച്ചത്. പക്ഷേ കുറച്ചുകൂടി ആക്യുറസി, സെക്കൻഡ് പോസ്റ്റിൽ തട്ടി പന്ത് വലയിലേക്ക് കയറുന്ന ആക്യുറസി ആയിരുന്നു അവിടെ നിജോ ഗിൽബർട്ട് പ്രദർശിപ്പിക്കേണ്ടിയിരുന്നത്. റോയ് കൃഷ്ണ ടു കെന്നഡി ഫസ്റ്റ് പോസ്റ്റിലേക്ക് പന്ത് ലെഫ്റ്റിലേക്ക് വലിച്ച് കെന്നഡി ഫസ്റ്റ് പോസ്റ്റിലേക്ക് അടിക്കുന്നു. ആൻഡ് കെന്നഡി ഒരു കോർണർ നേടിയെടുക്കുകയാണ്. അഭിജിത്ത് ഗോൾ കീപ്പറുടെ വലതുവശത്തേക്ക് സെക്കൻഡ് പോസ്റ്റിലേക്കുള്ള ഒരു ശ്രമമാണ് കണ്ടത്. അഭിജിത്ത് ഫ്രണ്ട് പോസ്റ്റിലേക്ക് ക്ലിയർ നടക്കുന്നില്ല. കെന്നഡി ഓപ്പൺ, അടിക്കാനുള്ള സ്പേസ് കെന്നഡിക്ക്. കെന്നഡി ഫോർ മലപ്പുറം രണ്ടാമത്തെ ഗോൾ നേടുന്നു കെന്നഡിയിലൂടെ. കെന്നഡി മികച്ച രീതിയിൽ തന്നെ ഡിഫൻഡേഴ്സിനെ മറികടക്കുന്നു. കെന്നഡി ഒന്നാം പകുതി അവസാനിക്കുന്നു. So the half time score in Maharajas College, it's 2-0 Malappuram. ഗോൾ കീപ്പറിനെ മാറ്റുന്നു, അതുപോലെ തന്നെ സംഗീതിനെ ചേഞ്ച് ചെയ്യുന്നു. പകരം റിജോൺ കളിക്കളത്തിലേക്ക് വരുന്നു. രണ്ട് മാറ്റങ്ങൾ ഗോൾ കീപ്പർ ഉൾപ്പെടെ. എനിക്ക് തോന്നുന്നു ആദ്യ പകുതിയിൽ ഒരു വലിയ ചാലഞ്ച്, കൂട്ടിയിടി ഉണ്ടായിരുന്നു അവിടെ ഗോൾ കീപ്പർ റഫീഖിൻ്റെ. ടോപ്പിലേക്ക് ഒരു പന്ത്
റോയ് കൃഷ്ണയ്ക്ക് നൽകാനുള്ള ശ്രമമായിരുന്നു. ആൻഡ് നൗ ഗെയിൻ ആ പന്ത് നഷ്ടപ്പെടുകയാണ്. അവിടെ ഗിഫ്റ്റി ഗ്രേഷ്യസിന് കിട്ടിയ ബോളാണ്. ആ കിട്ടിയ ബോളാണ് ഗിഫ്റ്റി ആ ടച്ച് മോശമായപ്പോൾ ഒടുവിൽ ഗിഫ്റ്റിക്ക് റോയ് കൃഷ്ണയെ ഫൗൾ ചെയ്യേണ്ടി വരുന്നതും അവിടെ യെല്ലോ കാർഡും ഫ്രീ കിക്കും കൺസിഡർ ചെയ്യേണ്ടി വരുന്നത്. ഐത്തോറാണ്. ഐത്തോറിന്റെ നോട്ട് ബാഡ് ക്യാപ്റ്റൻ ഐത്തോർ ആൽഡെ നക്കിൾ ഷോട്ടാണ് ട്രൈ ചെയ്തിരിക്കുന്നത്. മറുഭാഗത്ത് ജോൺ കെന്നഡിയിലൂടെ മലപ്പുറം ഇതാ 3ാം ഗോളും നേടിയെടുത്തിരിക്കുകയാണ്. 53ാം മിനിറ്റിൽ ജോൺ കെന്നഡി അഗൈൻ മലപ്പുറം FC ഏകപക്ഷീയമായ 3 ഗോളിന്റെ ലീഡിലേക്ക് ഉയരുകയാണ്. കെന്നഡിയുടെ മത്സരത്തിലെ 2ാം ഗോൾ, സെക്കൻഡ് ഗോൾ ഫോർ കെന്നഡി. ഇപ്പൊ ബെദറിന്റെ ഓവർഹെഡ് പാസ് വരികയാണ്. റോയ് കൃഷ്ണ റോയ് കൃഷ്ണയുടെ ഹെഡർ പാസ് അവിടെ വെയിറ്റിംഗ് ആയിരുന്നു കെന്നഡി. യെസ്, റോയ് കൃഷ്ണക്ക് അല്പം സെൽഫിഷ് ആവാമായിരുന്നു വേണമെങ്കിൽ. അഭിജിത് ആ പന്ത് കെന്നഡിക്ക് കൈമാറുന്നു. കെന്നഡി കാർഡ് തന്നെയാണ്. റെഡ് കാർഡ്, ഡബിൾ യെല്ലോ ആൻഡ് റെഡ് കാർഡ് ഫോർ ഗിഫ്റ്റി ഗ്രേഷ്യസ്. തൊട്ട് മുൻപ് 2 മിനിറ്റ് മുൻപാണ് ഗിഫ്റ്റി ഗ്രേഷ്യസിന് റോയ് കൃഷ്ണയെ ചവിട്ടിയതിന് യെല്ലോ കാർഡ് കാണേണ്ടി വന്നത്. ആൻഡ് ആഫ്റ്റർ 2 മിനിറ്റ്സ് ഗിഫ്റ്റി ഗ്രേഷ്യസ് ഒരു ഷുവർ ഗോൾ ചാൻസ് തന്നെയാണ്. അഭിജിത്തിന്റെ പാസ് കെന്നഡിയിലേക്ക് വരുമ്പോൾ കെന്നഡിയെ മുന്നോട്ട് പോകുന്നതിൽ തടഞ്ഞു നിർത്താൻ പിടിച്ചു നിർത്തുകയല്ലാതെ വേറെ വഴിയില്ല ഗിഫ്റ്റിക്ക്. ഇത്തവണ ഇത്തോർ കുറച്ചുകൂടി ഒരു എലവേഷൻ കൊടുക്കാൻ ശ്രമിക്കുന്നു. പന്ത് പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ താഴുന്നില്ല. അഭിജിത്തിന്റെ കർവിംഗ് ഷോട്ട്, റിസ്വാൻ കോർണർ വഴങ്ങി സേവ് ചെയ്യുകയാണ്. മലപ്പുറത്തിന് അനുകൂലമായ മറ്റൊരു കോർണർ. അച്യുതിന്റെ നല്ലൊരു ബോളാണ്. ബ്യൂട്ടിഫുൾ ബോൾ ടു നിജോ ഗിൽബർട്ട് ഇൻസൈഡ് ദി ബോക്സ്. നിജോ കർവിംഗ് ഷോട്ട്, നല്ല ഗെയിം. റാഷിദിന്റെ നല്ല വെയിറ്റ് ചെയ്ത് നൽകിയ പാസ്. അജിൻ ക്രോസ് വരുന്നു ലെഫ്റ്റിൽ നിന്നും. പക്ഷേ ഗോൾ കീപ്പർ അസർ അത് ഏരിയൽ ബോൾ പിടിച്ചെടുക്കുന്നതിൽ ഗോൾ കീപ്പർ അസർ പരാജയപ്പെടുന്ന കാണാം. അവിടെ അദ്ദേഹത്തിന്റെ റൊമാരിയോയുടെ ക്രോസ് ആയിരുന്നു ജേഴ്സി നമ്പർ 11. കൊച്ചി 1 മാസത്തിനും 2 ദിവസത്തിനു ശേഷം ഫോർസ കൊച്ചി സൂപ്പർ ലീഗ് കേരളയിലെ ആദ്യ ഗോൾ നേടുകയാണ്. ആഫ്റ്റർ ദാറ്റ് ഫസ്റ്റ് ഗോൾ ഇൻ ദ ഫസ്റ്റ് ഗെയിം സ്ട്രൈക്കർ സജീഷ് തന്നെയാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. സോ 66ാം മിനിറ്റിൽ സജീഷിലൂടെ ഫോർസ കൊച്ചി ഹോം ഗ്രൗണ്ടിൽ ഒരു ഗോള് മടക്കി അടിക്കുകയാണ്. ആഫ്റ്റർ കൺസീഡിംഗ് 3 ഗോൾസ്. കെസലിന്റെ ഒരു സോളോ റൺ, ഒടുവിൽ ഒരു സോളോ ഷോട്ട്, ഡിഫ്ലക്റ്റഡ് ബോൾ, ഗോൾ കീപ്പർ റോങ് ഫുട്ട്. പക്ഷെ അവസാന നിമിഷം ആസർ അതിലൊന്ന് കൈ തൊടുന്നു. അതല്ലെങ്കിൽ ഇത് 2ാമത്തെ ഗോളായി മാറിയനെ. റോയ് കൃഷ്ണയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 75 മിനിറ്റ്സ്. ആ പന്ത് കെസലിലേക്ക് വരുമ്പോ ത്രൂ ബോൾ നൽകുകയാണ് നിതിൻ മധു. നല്ല ക്രോസ് കൃത്യമായിട്ട് അവിടെ റിസ്വാൻ എത്തിച്ചേർന്നിരുന്നു. പക്ഷേ ഗോൾ കീപ്പർ മുർഷിദ് നന്നായിട്ട് മുമ്പിലേക്ക് ചാടി വീണ് അത് തട്ടിയകറ്റുന്നു ഗോൾ കീപ്പർ മുർഷിദ്. ഗോൾ ഡിഫറൻസിൽ തൃശൂർ മാജിക്കിനെ പിന്തള്ളി 1ാം സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത മലപ്പുറത്തിന് നിലനിൽക്കുന്നു. ഫാക്കുണ്ടോ നൽകിയ ഒരു ക്രോസ് ബോൾ 6 യാർഡ് ബോക്സിൽ ഉയർന്നു വന്ന പന്ത് സെക്കൻഡ് പോസ്റ്റിൽ ചാടി ഉയർന്നുകൊണ്ട് കെന്നഡി തല കൊടുക്കുന്നു. കെന്നഡി ഗോയിങ് ഫോർ ഹിസ് ഹാട്രിക്. കെന്നഡിയുടെ ഹാട്രിക്കിന് ഇത്തവണ ഗോൾ കീപ്പർ മുർഷിദ് തടയിടുകയാണ്. മുർഷിദ് സേവ് ചെയ്യുന്നു. ഷൈജോടെ ഞാൻ വളരെയധികം കളി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു താരമാണ് അൽഫോസി. അദ്ദേഹം മൊറോക്കോ താരമാണ്. സോ എനിക്ക് തോന്നുന്നത് അല്പം കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന്റെ പ്രകടനം കൂടി കുറച്ച് കാണാമായിരുന്നു. അൽഫോസി ബാക്കിൽ ഫാക്കുണ്ടോ. Look at this guy. നേരത്തെ അൽഫോർജിയാണ് ആ പാസ് അവിടെ കൊടുത്തത് ഹക്കുവിന്. ആൻഡ് അഗൈൻ ഈ പാസ് നോക്കുക. മലപ്പുറത്തിന്റെ കോർണർ ഹക്കു ഈസി. അബ്ദുൽ ഹക്കു ഐ തിങ്ക് ഹക്കു പകരക്കാരനായി വന്ന അബ്ദുൽ ഹക്കു മുൻ ISL താരം, മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം, മുൻ നോർത്ത് ഈസ്റ്റ് താരം, മുൻ ഹൈദരാബാദ് താരം അബ്ദുൽ ഹക്കു മലപ്പുറത്തിന് വേണ്ടി SLKയിൽ മലപ്പുറത്തിന് വേണ്ടി മലപ്പുറത്തുകാരൻ ഹക്കു തന്റെ ആദ്യ SLK ഗോൾ ഫോർ മലപ്പുറം
സ്കോർ ചെയ്യുകയാണ്. അവരുടെ അത് ഒന്ന് പറയുക, ഒരു എവേ മാച്ച് ആയിട്ട് പോലും മലപ്പുറത്ത് നിന്ന് ട്രാവൽ ചെയ്ത് കിലോമീറ്ററുകൾ ട്രാവൽ ചെയ്ത് വന്ന മലപ്പുറം അൾട്രാസിന്റെ പിന്തുണയോടുകൂടിയാണ് കൊച്ചിയിൽ മലപ്പുറം FC ഇരമ്പി കയറിയെന്ന് കാണുക. ഷോ തഞ്ചമുഞ്ചിൽ മലപ്പുറത്തിന്റെ ലൂഞ്ചലാട്ടം കാണുകയാണ് കൊച്ചിയിൽ. ജിൽ വിക്ടറിയാണ് മലപ്പുറത്തിന്. മലപ്പുറം FC സൂപ്പർ ലീഗ് കേരളയുടെ പോയിന്റ് പട്ടികയുടെ തലപ്പത്തേക്ക് വരികയാണ്. ഫുൾ ടൈം ഇൻ ദ മഹാരാജാസ് കോളേജ് സ്റ്റേഡിയം ഹിയർ ഇൻ കൊച്ചി. ഇറ്റ് ഈസ് ഫോർസ കൊച്ചി FC 1 മലപ്പുറം FC 4.